നിഷാമെന്നൊരു നാറി ഒരു മാനസിക രോഗി അല്ലെങ്കിൽ മയക്കുമരുന്നോ അതുപോലെയുള്ള ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച ഭ്രാന്തനാവേശത്തോടെ നിരപരാധിയായ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ആഞ്ഞാഞ്ഞിടിച്ചു കൊല്ലുന്ന മൃഗീയമായ ആ ദൃശ്യങ്ങൾ കേരള സമൂഹത്തെ പിടിച്ചു കുലുക്കിയതാണ്. ഏതായാലും അവൻ അർഹിക്കുന്ന ശിക്ഷ കുറച്ചെങ്കിലും കിട്ടി എന്ന് വേണമെങ്കിൽ കരുതാമെന്ന് വിചാരിക്കുന്നു ഇതുവരെ. അപ്പോൾ ദേ രണ്ടാമത്തെ കാട്ടുനായ്ക്കൾ, ചെന്നായ്ക്കൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പരമവിദ്രോഹികളുടെ അടുത്ത വിക്രിയയുടെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. CISF ഉദ്യോഗസ്ഥരാണത്രേ വാഹനമുരുസിയതിൻ്റെ പേരിൽ ഐവൻ ജിജോ എന്ന് പറയുന്ന തുറവൂർക്കാരനായ ഒരു ചെറുപ്പക്കാരനെ ഇടിച്ച് വാഹനത്തിൻ്റെ ബോണറ്റിലിട്ടുകൊണ്ട് വലിച്ചിഴച്ച് വീണ്ടും പോയി ബ്രേക്ക് പിടിച്ച് താഴേക്കെറിഞ്ഞ് കളിച്ചത്രേ. അവൻ CISFൻ്റെ ഉദ്യോഗസ്ഥനാണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. അതായത് ഇത്തരം വ്യവസായങ്ങൾ സംരക്ഷിക്കുന്ന നിയമപാലകൻ. അനീതി കണ്ടാൽ അപ്പോൾ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്ത് തൂക്ക് നൽകി പുറത്തു വിടുന്നവൻ. ഇവൻ്റെയൊക്കെ ഇത്തരം സ്ഥാനങ്ങളൊക്കെ നൽകി പറഞ്ഞയക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ മൃഗീയ വാസനകൾ അല്ലെങ്കിൽ അത്തരം സംഗതികൾ ഒട്ടുമേ കുറയുന്നില്ല എന്നതാണ് സത്യം. ഇന്ന് കൊലക്കളമാണ് ഈ റോഡുകളിലെ ഇത്തരം സംഭവങ്ങൾ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സമാനമായ രീതിയിൽ ഒരു വാഹനത്തിൽ എൻ്റെ സുഹൃത്തുമായി വരുമ്പോൾ വേറെ ഒരു ബൈക്കുകാരനും ഒരു വാഹനക്കാരനും തമ്മിൽ എന്തോ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസിയപ്പോൾ ഭാര്യയും മകളും വണ്ടിയിലുണ്ടായിരിക്കെ തന്നെ ആ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അയാൾ ഇറങ്ങി കാണിച്ചൊരു വിറയലും വെപ്രാളവും ഒക്കെ കണ്ട് എൻ്റെ സുഹൃത്ത് പറയുമായിരുന്നു, അവനൊരു ഞരമ്പാണ്, മാനസിക രോഗിയാണ്. അവൻ്റെ കയ്യിൽ അപ്പോൾ കിട്ടുന്നത് എന്തെങ്കിലും ആയുധങ്ങളാണെങ്കിൽ അത് വെച്ച് മറ്റവനെ കൊല്ലുക തന്നെ ചെയ്യും. അത്തരം മൃഗങ്ങൾ കൂടി എന്ന് പറഞ്ഞുകൂടാ, കാരണം മൃഗങ്ങൾക്ക് നാണക്കേടാവും. ഈ സംഭവം നടക്കുന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. വിനയകുമാർ ദാസ് എന്നാണത്രേ ഈ CISF വിദ്രോഹിയുടെ കാടൻ്റെ പേര്. ഒരു മനുഷ്യനെ, അതും ഒരു ചെറുപ്പക്കാരനെ, ഒരു നിസ്സാര പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ഇവൻ മദ്യപിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാകും. ഇന്നിതൊക്കെ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും ഒരു വ്യത്യാസവുമില്ലല്ലോ. മയക്കുമരുന്നിനെതിരെ സിനിമ നിർമ്മിക്കുന്നവനല്ലേ മയക്കുമരുന്നുമായി പോലീസ് പിടിയിലാവുന്നത്. അക്കാലത്ത് ഇതിൽ അത്ഭുതപ്പെടാനില്ല. നിറകണ്ണുകളോടെ ജീവനോടെ തിരിച്ചു തന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും കരച്ചിലാണ് കാണാൻ കഴിയാത്തത്. അവരെ തൃപ്തിപ്പെടുത്തുന്നത് പോലെ ശിക്ഷ നൽകാൻ നമ്മുടെ വ്യവസ്ഥയ്ക്കാവുന്നുമില്ല. ഇവനെയൊക്കെ തീറ്റിപ്പോറ്റി വേറെന്തെങ്കിലുമൊക്കെ പഴുതുകൾ നൽകി ഇവനങ്ങ് രക്ഷപ്പെടാറാണ് പതിവ്. ഒരുപാട് പേരെ ഒരുമിച്ച് കൊന്ന ഒരുത്തനെ കഴിഞ്ഞ ദിവസം ജീവപര്യന്തത്തിന് ശിക്ഷിക്കുന്നത് കണ്ടപ്പോൾ ആ ശിക്ഷ കേട്ട് തോന്നിപ്പോയതാണ്. ഇത്രമേലൊക്കെ ചെയ്തിട്ടും വീണ്ടും അവനെ ജീവിക്കാൻ അനുവദിക്കുന്നൊരു വ്യവസ്ഥിതി. യഥാർത്ഥത്തിൽ തുല്യമായ ശിക്ഷ കൊടുക്കേണ്ടത് യവൻ്റെയും പച്ച ജീവനോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സോടെ ഉള്ളപ്പോൾ നിയമവ്യവസ്ഥയുടെ നടത്തിപ്പിൻ്റെ ഭാഗമായി തലവെട്ടിക്കളഞ്ഞ് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ മാതാപിതാക്കൾക്ക് തൃപ്തിയാവുക. ഇതേപോലെയുള്ള തെമ്മാടികൾ വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കുക. ആരോട് പറയാനാണ്, ആര് കേൾക്കാൻ?